സഹോദരങ്ങളെ, ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നിഅമത്തുകൾ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതിങ്ങനെ ഫോട്ടോ എടുത്ത് നാട്ടിലൊന്നാകെ പ്രചരിപ്പിക്കാനുള്ളത്, അത് പണ്ഡിതന്മാരിൽ പലരും വിലക്കിയ കാര്യമാണ്. ഇസ്ലാമിന്റെ പൊതുമര്യാദകൾക്ക് വിരുദ്ധാണ്. ചില ആളുകൾ അവരുടെ ഫേസ്ബുക്ക് എടുത്തു നോക്കിയാൽ, സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ, വാട്സാപ്പ് എടുത്തു നോക്കിയാൽ, അവന് ഏത് ഹോട്ടലിൽ കയറിയാലും അതിനനുസരിച്ച് ഒരു 10-20 സ്റ്റാറ്റസ് ഉണ്ടാവും, 10-20 ഫോട്ടോസ് ഉണ്ടാവും. തിന്ന ഭക്ഷണത്തിന്റെ ഫോട്ടോ, കയറിയ ഹോട്ടലിന്റെ ഫോട്ടോ, കൊടുത്ത ബില്ലിന്റെ ഫോട്ടോ. സഹോദരങ്ങളെ, പണ്ഡിതന്മാരിൽ പലരും അത് വിലക്കിയതായി കാണാം. നമ്മൾ ഈ രൂപത്തിൽ നിഅമത്തിന്റെ വലിയ ആസ്വാദനങ്ങളുടെ ചിത്രങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നത് പലപ്പോഴും അത് കാണുന്ന പലരുടെയും മനസ്സുകളിൽ വരുത്തുന്ന സ്വാധീനം പല രൂപത്തിലായിരിക്കും. ചിലപ്പോൾ ഒരാൾ വിശന്നിരിക്കും, വീട്ടിലൊന്നും ഉണ്ടാവില്ല, ഭക്ഷണമൊന്നും അല്ലെ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരാളുടെ മുന്നിലേക്കായിരിക്കും നിന്റെ ഈ ഫോട്ടോ ചിലപ്പോൾ വരുന്നത്. നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിന്റെ അയൽവാസി ഇത് കാണും, അയാൾ ഇത് കാണും, അയാളുടെ ഭാര്യ ഇത് കാണും. കണ്ടില്ലേ, അയാൾ എങ്ങോട്ടൊക്കെ അയാളെ ഭാര്യനെ കൊണ്ടുവന്നു, ഇന്നങ്ങളെ എവിടുക്കാ കൊണ്ടുപോയി. എത്ര കുടുംബങ്ങളിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച നിഅമത്തുകൾ ഇങ്ങനെ നാട്ടിൽ കൊട്ടിഘോഷിക്കുക എന്നത് പാടില്ല, അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. ദരിദ്രരായ മിസ്കീന്മാരായ ഒരു നേരത്തെ ഭക്ഷണം തന്നെ പ്രയാസപ്പെട്ട് കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടാവും. നമ്മുടെ ഇത്തരം ഫോട്ടോ പ്രചാരണങ്ങൾ, നമ്മുടെ ഇത്തരം ആഡംബരങ്ങൾ, അത് പലപ്പോഴും അത്തരക്കാരുടെ മനസ്സുകളിൽ വേദനയുണ്ടാക്കും. അതുകൊണ്ട് പലപ്പോഴും ഈ രൂപത്തിൽ ഫോട്ടോകൾ പ്രചരിപ്പിക്കുക എന്ന് നമ്മൾ ഒഴിവാക്കണം. സാധനം വാങ്ങിച്ചാൽ അതിന്റെ ഫോട്ടോ, കാർ വാങ്ങിച്ചാൽ അതിന്റെ ഫോട്ടോ, ടൂർ പോയാൽ അതിന്റെ ഫോട്ടോ, എല്ലാത്തിനും ഇങ്ങനെ ഫോട്ടോ എടുത്ത് നാട്ടുകാരെ അറിയിക്കുക എന്നത് മോശമായ കാര്യങ്ങളിൽപ്പെട്ട ഒരു മുസ്ലിം അവന്റെ ഹൈബത്തിന് യോജിച്ചതല്ല, അവന്റെ മാന്യതക്കും ഗാംഭീര്യത്തിനും യോജിച്ചതല്ല ഈ കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, ക്യാമറ എന്ന ഫിത്ന സമൂഹത്തിൽ കയറിക്കൂടിയത് കൊണ്ട് കുറേ പ്രശ്നങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത് ഉണ്ടായാൽ ഇപ്പോൾ വ്യാപകമായി കാണുന്ന കാര്യം. ആൾക്കാർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാൽ എല്ലാം ക്യാമറയിട്ട് വരും. എന്നിട്ട് ഇയാൾക്ക് ഈ പ്രശ്നം ബാധിച്ച ആളെങ്ങനെ ഫോട്ടോ എടുക്കുക. സഹോദര, നാളെ നീയാണ് അവസ്ഥയിൽ കിടക്കുന്നതെങ്കിൽ എത്ര പ്രയാസകരമായിരിക്കും അത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന് സംഭവിക്കുന്ന ഐബുകൾ മറച്ചുവെക്കുക എന്ന് നമ്മളോട് എത്ര ശക്തമായി കൽപ്പിച്ച കാര്യമാണ്. മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ പ്രയാസങ്ങൾ മറച്ചുവെച്ചാൽ അയാളുടെ പ്രയാസങ്ങൾ അള്ളാഹു മറച്ചുവെക്കും. മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ മിൻ കുറബി ദുനിയ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബിൽ ആഖിറ. ആരുടെയെങ്കിലും ദുനിയാവിലെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുത്താൽ പരലോകത്ത് അവന്റെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കും. പക്ഷെ ആൾക്കാർ സുബ്ഹാനല്ലാഹ് ഇന്ന് ലൈവ് വരിക, അതുപോലെ ആളുകളുടെ ഇത്തരം വീഡിയോകൾ പകർച്ച, അതുപോലെ ചില ആളുകൾ ചെയ്യുന്ന വലിയ ഗുരുതരമായ തെറ്റുകളിൽ പെട്ടതാണ് നാട്ടിൽ നടക്കുന്ന ഹറാമായ കാര്യങ്ങൾ, അവയുടെ വീഡിയോകൾ പ്രചരിപ്പിക്കുക. ഇവിടെ അവിഹിത ബന്ധമുണ്ടായി, എന്തെങ്കിലും അവിഹിത ബന്ധത്തിന്റെ വീഡിയോ പകർത്തുക. ഒരുത്തൻ എവിടെയെങ്കിലും പിടിച്ചാൽ അവന്റെ വീഡിയോ പകർത്തുക. അയാൾ ചിലപ്പോൾ ആദ്യമായി ചെയ്ത അബദ്ധമായിരിക്കും, അയാളുടെ ജീവിതത്തിൽ ആദ്യമായി പറ്റിയ അബദ്ധമായിരിക്കും. ഇത് അവൻ നാടൊട്ടാകെ പ്രചരിപ്പിച്ച് ആ മനുഷ്യനെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടും. നാളെ ചിലപ്പോൾ അള്ളാഹു ആ അവസ്ഥയിൽ നിന്നെ പെടുത്തിക്കൂടെ. ആളുകൾ പലപ്പോഴും ചിന്തിക്കൽ, ഈ സാധനം കയ്യിലുള്ളതുകൊണ്ട് എപ്പോ ഒരാൾക്ക് വൈറലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടാൻ പറ്റുമോ നോക്കി നടക്കുകയാണ് ജനങ്ങൾ. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരുടെ കൽബ് എത്തിപ്പോയത് വളരെ പ്രയാസകരമാണ്. ക്യാമറ എന്നുള്ള സാധനം കൊണ്ടുണ്ടായ വലിയ മുസീബത്തുകൾ പെട്ടതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, മുഅ്മിനീങ്ങൾക്കിടയിൽ വൃത്തികേടുകൾ പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു പറഞ്ഞത്. പ്രചരിപ്പിക്കുന്നവർക്കല്ല, തിന്മ പ്രചരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പൊ തിന്മ പ്രചരിപ്പിക്കുന്നവരുടെ ശിക്ഷ എന്തായിരിക്കും? ഇത്തരം വൃത്തികേടുകൾ ആളുകൾക്കിടയിൽ, രഹസ്യബന്ധങ്ങളെക്കുറിച്ച്, അഹിത പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നവർ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത്. വളരെ വലിയ തെറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരം ഫോട്ടോ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള നിഅമത്തുകൾ, അതല്ലെങ്കിൽ മുസീബത്തുകൾ, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ, ഉപദ്രവങ്ങൾ, ഇതൊക്കെ പകർത്തുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ദമ്പതികൾക്കിടയിൽ പല ആളുകൾ സംശയമായി ചിലപ്പോൾ ചോദിക്കുന്ന കാര്യമാണ്, അവർ ചിലപ്പോൾ വീഡിയോ ക്യാമറയിൽ
പിന്നെ വീഡിയോ എടുത്തിട്ട് ഭർത്താവ് ഗൾഫിലായിരിക്കും, അയാൾക്ക് അയച്ചു കൊടുക്കും. ഈ വീഡിയോ പിന്നീട് അയാളെ ഫോൺ എവിടെയെങ്കിലും ശരിയാക്കാൻ കൊടുത്താൽ ഈ പെണ്ണിന്റെ ഫോട്ടോ, ആ വീഡിയോ പുറത്തായി, ആളുകൾ പലരും ഇത് കാണുന്ന അവസ്ഥയിലേക്ക് എത്തി. സുബ്ഹാനല്ലാഹ്, അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീകളുടെ ഫോട്ടോകൾ ക്യാമറയിൽ, മൊബൈലിൽ പ്രത്യേകിച്ച് എടുത്തു വെക്കുക എന്നുള്ളത് പിൽക്കാലഘട്ടത്തിൽ പല ഫിത്തനകൾക്കും കാരണം. അതിനേക്കാൾ മോശമാണ് ചില ആളുകൾ ചോദിക്കുന്നത് കാണാം. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, രഹസ്യമായ അവരുടെ വീഴ്ചകൾ, അത് ക്യാമറയിൽ പകർത്തുന്ന അനുവദനീയാണോ? സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ആളുകൾ ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്? ഇത് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടുന്നത് അത്ഭുതമാണ്. അത്തരം കാര്യങ്ങൾ ഒരു മുസ്ലിം നിർബന്ധമായി ഉപേക്ഷിക്കണം. ഫോട്ടോ ഹറാമാവട്ടെ ഹറാമാവാതിരിക്കട്ടെ, ഇത്തരം കാര്യങ്ങൾ പാടില്ല എന്നതിൽ സംശയമില്ല. അപ്പൊ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ കയ്യിലുള്ള ഈ സാധനം, മൊബൈൽ എന്ന് പറയുന്നത്, അതിന്റെ ഉപദ്രവങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം.